നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർമരം അധ്യായം 10. ഈ ലോകം ആണിന് മാത്രമുള്ളതാടി. അവന്റെ സുഖത്തിന് നിനക്ക് ഞാനത് മനസ്സിലാക്കി തരാം. അവൻ അവളുടെ നേരെ പാഞ്ഞു ചെന്നു. ലയ അനങ്ങാതെ ചുവരിൽ ചേർന്ന് നിന്നു. പാഞ്ഞു വന്ന അരുൺ അവളുടെ കയ്യിൽ പിടിച്ചുയർത്തി. നീ എന്റെ കൂടെ ജീവിക്കാൻ വന്നതല്ലേടി? അതിന് അരുണേട്ടന് എന്താ സംശയമുള്ളത്? അരുണേട്ടന്റെ കൂടെ ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചു തന്നെയാ ഞാൻ വന്നത്. അവൻ അവളെ തർപ്പിച്ചു നോക്കി. പിന്നെ നീ കാണിച്ചതോ? മദ്യത്തിന്റെ ഗന്ധം മുഖത്തടിച്ചപ്പോ എനിക്ക് ഒക്കാനം വന്നു. ഞാൻ എഴുന്നേറ്റ് മാറിയത് അതുകൊണ്ടാ. അവൻ പിടിവിട്ടു. അരുണേട്ടനെ ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല, മദ്യപിച്ച് ചോദ്യം ചെയ്തിട്ടുമില്ല. അതൊക്കെ അരുണേട്ടന്റെ ഇഷ്ടം. എനിക്കും ചില ഇഷ്ടങ്ങളുണ്ടെന്ന പരിഗണന മാത്രം തന്നാൽ മതി. അരുൺ ചെന്ന് ബെഡിൽ ഇരുന്നു. ഞാൻ കരുതിയതുപോലെയല്ല, നീയൊരു അഹങ്കാരിയാ. അമ്മ അത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. എന്റെ തലയ്ക്കുള്ളിൽ നിന്റെ സൗന്ദര്യമായി പോയി. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അരുണേട്ടൻ പറഞ്ഞതാ. ഞാനത് തിരുത്താൻ തയ്യാറാ. പറയുമ്പോൾ ഞാനൊരു മാംസമിണ്ടം മാത്രമല്ല, എനിക്കും ഒരു മനസ്സുണ്ടെന്ന യാഥാർത്ഥ്യം കൂടി മറന്നു കളയരുത്. അതൊരു അപേക്ഷയായിരുന്നു. അവൻ അല്പനേരം അങ്ങനെ ഇരുന്നു. പിന്നെ ബെഡിന് കുറുകെ മലർന്നു കിടന്നു. അല്പനേരം കഴിഞ്ഞ് ലയ അടുത്തു വരുമ്പോൾ അരുൺ ഉറങ്ങിപ്പോയിരുന്നു. അത്രമാത്രം അവൻ കുടിച്ചിരുന്നു. ഏറെ നേരം ബെഡിന്റെ കാൽക്കൽ അവളിരുന്നു. അവൾക്ക് കരച്ചിൽ വന്നില്ല. എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം താളം തെറ്റിയത്. ഇതിനെല്ലാം കാരണക്കാരൻ ഭവാനിയാണ്. അവനോട് തോന്നിയ ഒരു ഇഷ്ടം തന്നെ കൊണ്ടെത്തിച്ചത് പൊരുത്തപ്പെടാൻ കഴിയാത്ത മറ്റൊരാളിന്റെ കാൽച്ചുവട്ടിലും. ആദ്യ രാത്രിയിൽ മദ്യപിച്ച് ബെഡ്റൂമിലേക്ക് കയറുവന്ന ഭർത്താവ് സ്നേഹപൂർണമായ ഒരു വാക്കിനും തലോടലിനും പകരമുണ്ടായത് തന്റെ ശരീരം കീഴടക്കാനുള്ള വ്യഗ്രതയായിരുന്നു. അയാൾക്കു താൻ ഭാര്യയായിരുന്നില്ല, മറിച്ച് സ്ത്രീ ശരീരമായിരുന്നു. തെറ്റുപറ്റിപ്പോയെന്നൊരു തോന്നൽ വീട്ടുകാർക്കുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കണ്ണുകൾ അടഞ്ഞുപോയപ്പോൾ ബെഡിന്റെ കാൽക്കൽ അവൾ ചുരുണ്ടുകിടന്നു. തന്റെ വീട്ടിലെ സ്വന്തം മുറി അവൾ ഓർത്തു. അത് തനിക്ക് അന്യമായിരിക്കുന്നു. എന്റെ വീടെന്നും എന്റെ മുറിയെന്നും പറയുന്നവൾ ഏതു നിമിഷവും കുടിയിറക്കപ്പെടുകയാണ്. രാവിലെ ലയ ഉണരുമ്പോഴും അരുൺ ഉറക്കത്തിലായിരുന്നു. അവൾ ഡ്രസ്സുമെടുത്ത് ബാത്റൂമിൽ കയറി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അരുണിനെ മുറിയിൽ കണ്ടില്ല. അവൾ സ്റ്റെയർകേസ് ഇറങ്ങി താഴെ വന്നപ്പോൾ സെറ്റിൽ ഇരുന്ന് ചായ കുടിക്കുകയാണ് അവൻ. അവളെ ഒന്ന് നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. ലയ കിച്ചണിൽ ചെന്നപ്പോൾ 45-നടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ തിരക്കിട്ട് ജോലി ചെയ്യുന്നത് കണ്ടു. അവിടുത്തെ ജോലിക്കാരിയാണെന്ന് ലയയ്ക്ക് മനസ്സിലായി. ചിരിയോടെ ആ സ്ത്രീ അവൾക്കൊരു കപ്പ് ചായ കൊടുത്തു. എന്താ ചേച്ചിയുടെ പേര്? ചായ വാങ്ങിയിട്ട് ലയ ചോദിച്ചു. തങ്കമണീന്നാ. ഇന്നലത്തെ തിരക്കിൽ പരിചയപ്പെടാൻ പറ്റിയില്ല. ഭംഗിയായി അവർ ചിരിച്ചു. ആരും എഴുന്നേറ്റില്ല ചേച്ചി. പ്രമീള കുറച്ച് ചായയും കൊണ്ട് പോയിട്ടേ ഉള്ളൂ. അമ്മ പൂജാമുറിന്ന് ഇറങ്ങാൻ 8 മണിയാവും. എവിടെയാ തങ്കമണി ചേച്ചിയുടെ വീട്? പൈപ്പിൻമൂട്. ഒഴിഞ്ഞ കപ്പുമായി പ്രമീള വന്നു. ലയയെ കണ്ടപ്പോൾ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായി. അരുൺ എഴുന്നേറ്റ് താഴെ പോന്നു. നീ ഉറങ്ങുന്നെന്നാ പറഞ്ഞത്. ഇന്നലെ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി കാണുമെന്ന് അറിയാം. മുഖത്ത് നല്ല ഉറക്കച്ചടവുണ്ട്. ചിരിയുടെ അർത്ഥം എന്തെന്ന് ലയയ്ക്ക് മനസ്സിലായി. ചെറുചിരി മുഖത്ത് വരുത്തി ലയ ചായ കുടിച്ചു. അരുണിന് എത്ര ദിവസത്തെ ലീവുണ്ട്? അതൊന്നും പറഞ്ഞില്ല. അപ്പോ പ്ലാനിങ്ങിനെ പറ്റിയൊന്നും സംസാരിച്ചില്ലേ? ഇന്നലെ തിരിച്ചു വന്നപ്പോൾ തന്നെ മണി 11 ആയില്ലേ? പ്രമീള കൊച്ചേ, മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ എവിടെ സമയം? ഇഡ്ഡലിത്തട്ടിൽ വിരുതോടെ മാവൊഴിച്ചുകൊണ്ട് തങ്കമണി നിഷ്കളങ്കമായി പറഞ്ഞു. പ്രമീള അത് കേട്ട് ചിരിച്ചു. അപ്പോ നേരിട്ട് തന്നെ കാര്യങ്ങളിലേക്ക് കടന്നു. അവൻ ആരാ മോൻ? ലയക്കൊരു വീർപ്പുമുട്ടലുണ്ടായി. അയ്യോ, ഞാനങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല. ലയക്കൊച്ച് തെറ്റിദ്ധരിക്കരുതേ. തങ്കമണി തലയൂരാൻ നോക്കി. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല ചേച്ചി. ചായ കുടിച്ച് കപ്പ് ലയ വെച്ചു. അവര് പുതിയ കാലഘട്ടത്തിലെ പിള്ളേരാ തങ്കമണി. ഇതിലൊന്നും ഒരു പുതുമയില്ല. പ്രമീള ചിരിച്ചു. പ്രമീളയുടെ മകൾ ശ്രദ്ധ അങ്ങോട്ട് ഓടി വന്നു. ലയിച്ചിട്ടേ? അവൾ ലയെ വട്ടം പിടിച്ചു. മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ലയ അവളുടെ മുഖം പിടിച്ചുയർത്തി. 4th ചിറ്റേ. സ്കൂളിൽ പോകാൻ സമയായി. കൊച്ചിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ചെന്നേ. പ്രമീള അവളെ പിടിച്ചു മാറ്റി. ചിറ്റ എങ്ങും പോവില്ല, ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. വന്നിട്ട് കാണാം ചിറ്റേ. ശരി മോളെ. പ്രമീള മോളെയും കൊണ്ടുപോയി. എന്നോടൊന്നും തോന്നരുതേ മോളെ. തങ്കമണി വീണ്ടും ക്ഷമാപണ നടത്തി. അതിന് ചേച്ചി തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. അവർ ശുദ്ധയായ സ്ത്രീയാണെന്ന് ലൈക്ക് തോന്നി. ഭവാനിയുടെ അമ്മയാണ് ഓർമ്മ വന്നത്. ഏതാണ്ട് അതേ ചായയുമുണ്ട്. പ്രമീള കൊച്ചു അങ്ങനാ. സാറിനോടും ഇവിടുത്തെ അമ്മയോടും ഒഴികെ എന്തും വെട്ടിത്തുറന്നു പറയും. കേട്ടു നിൽക്കുന്നവരുടെ തൊലി ഉരിഞ്ഞു പോവും. അരുൺ കൊച്ചിനോട് പറഞ്ഞു വെച്ച് നോക്കിയാ ഇപ്പൊ മോളോട് പറഞ്ഞത് ഒന്നുമല്ല. ഇഡ്ഡലിത്തട്ട് എടുത്തു വെച്ചിട്ട് തങ്കമണി ഫ്രിഡ്ജിലിരുന്ന പച്ചക്കറി എടുക്കാൻ പോയി. ലയ തിരികെ ഹാളിൽ വരുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. മുറ്റത്ത് അരുണിന്റെ സംസാരം കേട്ടു. അവൾ വാതിലിന് അടുത്തേക്ക് ചെന്നു. വിവാഹ സമ്മാനമായി കിട്ടിയ കാറിൽ പ്രമീള മകളെ കയറ്റുന്ന ലയ കണ്ടു. അശോകൻ കാർ ഓടിച്ചു പോയപ്പോൾ അരുണിന്റെ പുതിയ കാറിന്റെ അടുത്തേക്ക് പ്രമീള നീങ്ങി. അരുൺ അതിന്റെ ഭംഗി നോക്കി നിൽപ്പുണ്ട്. ലയ അവിടെ നിന്ന് മുകളിലേക്ക് പോയി. റൂമിൽ കയറുമ്പോൾ സെല്ല് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സുജാതയുടെ കോൾ ആയിരുന്നു. ലയ ഫോൺ എടുത്തു.
അമ്മ ഇന്നലെ വിളിച്ചിരുന്നല്ലേ? റിസപ്ഷൻ കഴിഞ്ഞ് രാത്രി ലേറ്റായിട്ടാ വന്നത്. അതാ തിരിച്ചു വിളിക്കാഞ്ഞേ. രാത്രി യദുവേട്ടനോട് സംസാരിച്ചിരുന്നു. മോൾക്കവിടെ സുഖല്ലേ? സുഖമായാലും ദുഃഖമായാലും നമ്മൾ സ്വീകരിച്ചല്ലേ പറ്റൂ. അതല്ലേ പെണ്ണിന് പറഞ്ഞിട്ടുള്ളത്. എന്താ മോളെ നീ ഇന്നലെ യദുവിനോട് ഏതാണ്ട് ഇതുപോലെ സംസാരിച്ചെന്നാ അവനിന്ന് എന്നോട് പറഞ്ഞത്. ഞാനൊരു ഫിലോസഫി പറഞ്ഞതാ. അമ്മ ടെൻഷൻ ആവണ്ട, എനിക്കിവിടെ സുഖം തന്നെയാ. ഇനി ക്ലാസ്സിന് എപ്പോൾ പോകാൻ പറ്റുമെന്ന ചിന്തയേ ഉള്ളൂ. അരുണുമായി സംസാരിച്ചില്ലേ? ഇന്നലെ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അമ്മേ. ഇന്ന് സംസാരിക്കണം. യദു അങ്ങോട്ട് വരുന്നുണ്ട്. ലയ നിശബ്ദയായി. പിന്നെ മോളെ, കാറിന്റെ കാര്യത്തെപ്പറ്റി പിന്നീട് എന്തെങ്കിലും സംസാരമുണ്ടായോ? ഇനി എന്ത് സംസാരം? ഇവിടെ കിടന്ന് അത് തുരുമ്പെടുക്കുമെന്നാ ഞാൻ കരുതിയത്. അതുണ്ടായില്ല. ഇന്നലെ അതുമായിട്ട് അശോകേട്ടൻ റിസപ്ഷന് വന്നത്. രാവിലെ അശോകേട്ടൻ മോളെ സ്കൂളിലേക്ക് കൊണ്ടുപോയതും ആ കാറിലാ. അച്ഛൻ മരുമോന് കൊടുത്ത ഗിഫ്റ്റ് മരുമകന്റെ ഏട്ടന്റെ കയ്യിലാണെന്ന് സാരം. എനിക്ക് തോന്നുന്നത് ഇനി ഈ കാർ അശോകേട്ടൻ കൊണ്ടു നടക്കുമെന്നാ. സുജാതയുടെ പ്രതികരണമൊന്നും വന്നില്ല. അരുൺ കയറി വരുമെന്ന് കരുതി ലയ സംസാരം ദീർഘിപ്പിച്ചില്ല. ഞാൻ സമയം പോലെ വിളിക്കാം. ഇപ്പോൾ താഴേക്ക് ചെല്ലട്ടെ. ശരി മോളെ, എല്ലാവരോടും നല്ല അടുപ്പമുണ്ടാക്കണേ. ലയ കോൾ കട്ട് ചെയ്തു. അവളുടെ കണക്കൂട്ടൽ തെറ്റിയില്ല. വാതിൽ തുറന്ന് അരുൺ അകത്തേക്ക് വന്നു. അവളെ ഗവനിക്കാതെ അവൻ ചെന്ന് അലമാര തുറന്നു. താഴ്ന്നു കൊടുക്കേണ്ടത് താനാണെന്ന് അവൾക്കറിയാമായിരുന്നു. നഷ്ടങ്ങൾ സ്ത്രീക്ക് മാത്രമല്ലേ. അരുണേട്ട, എന്നോട് അതൃപ്തിയൊന്നും തോന്നരുതേ. അവൾ തെറ്റ് ചെയ്ത മട്ടിൽ നിന്നു. എനിക്ക് അതൃപ്തി ഉണ്ടാക്കാൻ നീയൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിനക്ക് നിന്റെ ലൈൻ, എനിക്ക് എന്റെ ലൈൻ. ലൈക്ക് സങ്കടം വന്നു. അങ്ങനൊന്നും പറയരുതേ അരുണേട്ടാ. അവൻ അടുത്തേക്ക് വന്നു. ഭാര്യ എന്ന് പറയുന്നവൾ ഭർത്താവിന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് ജീവിക്കേണ്ടവളാണ്, അല്ലാതെ അവളുടെ ഇഷ്ടം അയാളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇവിടെ കയറി വന്ന ദിവസം നീ ചെയ്തത് അതാണ്. ഇക്കാലത്ത് ആരാ സ്മോൾ കഴിക്കാത്തത്? നാട് ചുറ്റി നടക്കുന്ന നിന്റെ ഏട്ടന് എന്തൊക്കെ ദുശീലങ്ങളുണ്ടെന്ന് നിനക്കറിയോ? അവന്റെ കണ്ണുകൾ കണ്ടാൽ അറിയാം ഒന്നാന്തരം ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന്. പാവം യദുവേട്ടൻ. ലയ മനസ്സ് പിടിച്ചടക്കി നിന്നു. മലാന വില്ലേജിലൊക്കെ അവൻ കറങ്ങി നടക്കുന്ന കുറെ വീഡിയോസ് ഞാനും കണ്ടതാ. കാഴ്ചകൾ കാണാനല്ല അവൻ ഉത്തരേന്ത്യയിൽ കറങ്ങി നടക്കുന്ന ആർക്കറിയാത്തത്. എന്തായാലും ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരെക്കാളും യോഗ്യനാ ഞാൻ. നല്ലൊരു സർക്കാർ ജോലിയുമുണ്ട്. അതിൽ കൂടുതൽ എന്ത് വേണമടി? അവൾ ശബ്ദിച്ചില്ല. നിന്റെ അഹന്തയുടെ പത്തി മടക്കാതെ എന്റെ കൂടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. ഞാൻ ആണാണടി, നീ പെണ്ണും. നീ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. അത്രയും കൊടി തെറ്റാ എന്നോട് നീ ചെയ്തത്. അരുൺ ബാത്റൂമിൽ ചെന്ന് കയറി വാതിൽ വലിച്ചടച്ചു. നിശ്ചലയായി ലയ നിന്നു. വേണമെങ്കിൽ ഈ നിമിഷം ഇറങ്ങിപ്പോകാം. പക്ഷേ തനിക്കതിന് കഴിയുമോ? ആദ്യ രാത്രിയിൽ ഭർത്താവ് ഫ്രണ്ട്സിനൊപ്പം അല്പം മദ്യപിച്ച് റൂമിൽ വന്നു എന്ന കാരണമായിരിക്കണം മറ്റുള്ളവരോട് പറയേണ്ടി വരിക. അവർ അതിനെ ബിയറായി ചിത്രീകരിക്കും. സെല്ലുമായി ലയ പുറത്തിറങ്ങി. ബാൽക്കണിയിൽ ചെന്നിട്ട് അവൾ യദുവിനെ വിളിച്ചു. കുഞ്ഞാറ്റി. യദുവിന്റെ സ്വരം വന്നു. യദുവേട്ടൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു. അതേ മോളെ, എന്റെ കൂടെ സിത്താരയും വരുന്നെന്ന് അവളിപ്പോൾ വിളിച്ചറിച്ചതേ ഉള്ളൂ. 10:30 മണിയോടെ ഞങ്ങൾ എത്താം. അയ്യോ, ഞാനും അരുണേട്ടനും ഇവിടെ ഉണ്ടാവില്ല യദുവേട്ടാ. ഇപ്പോഴാ അരുണേട്ടൻ പറഞ്ഞത് കൊല്ലത്തുള്ള ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്ന കാര്യം. അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഇറങ്ങും. അരുണേട്ടന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ കല്യാണമാ. അവൾ കള്ളം പറഞ്ഞു. പിന്നെന്തു ചെയ്യും? എന്നാൽ ഞങ്ങൾ ഈവനിങ് വരാം. അപ്പോഴും ഞങ്ങൾ തിരിച്ചെത്തില്ല. അവരുടെ റിസപ്ഷനും പങ്കെടുക്കാതെ വരാൻ പറ്റില്ല. തിരിച്ചെത്തുമ്പോൾ രാത്രിയാവുമെന്ന് അരുണേട്ടൻ അമ്മയോട് പറയണ കേട്ടു. കുറച്ച് രാവിലെ വരേണ്ടതായിരുന്നു. നിരാശ നിറഞ്ഞ അവന്റെ സ്വരം അവൾ കേട്ടു. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരികയില്ലേ യദുവേട്ടൻ? ക്ഷമിക്കേ. എന്നാൽ ഞാൻ വെക്കട്ടെ. ഡ്രസ് ചെയ്യണം. അരുണേട്ടൻ റെഡിയായി കഴിഞ്ഞു. എന്നാൽ ശരി മോളെ. ലയ കാതിൽ നിന്ന് ഫോൺ എടുത്തു. ഈ അവസ്ഥയിൽ യദുവേട്ടൻ വന്നാൽ അരുണേട്ടൻ പരിഹസിക്കുമെന്ന് ഉറപ്പാണ്. എന്തിനാണ് പാവം യദുവേട്ടനെ അപമാനിച്ചു വിടുന്നത്? തന്നെ തേടി ആരും വരണ്ട. കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് കയർ മാറിയ വളർത്തുമൃഗമല്ലേ. ജീവിച്ചിരിപ്പുണ്ടോ അറിവിന് കൊടുത്തു എന്ന് വീട്ടുകാർ എന്തിനു ചിന്തിക്കണം? ഓഫീസിൽ പോകാൻ തയ്യാറായി മധുചന്ദ്രൻ ഹാളിലേക്ക് വന്നു. സുജാത ഹാളിലുണ്ടായിരുന്നു. ലീവ് ഇന്നലെ കൊണ്ട് തീർന്നതാണ്. ഇന്ന് പോയിട്ട് വേണം നാളെ ഒരു ദിവസം കൂടി ലീവ് എടുക്കാൻ. നാളെയാണ് അവർ വരുന്നത്. യദു അങ്ങോട്ട് പോവില്ലേ? അവർ മുളുക മാത്രം ചെയ്തു. യദു താഴേക്ക് വന്നു. നാളെ അവർ എത്ര പേര് വരുമെന്ന് നീ മഹേന്ദ്രനോട് അകലെക്കൂട്ടി ചോദിച്ചറിയണം. കാറ്ററിംഗുകാരെ അറിയിക്കാനാ. മധുചന്ദ്രൻ അവരോട് പറഞ്ഞു. അവൾ എന്നെ വിളിച്ചിരുന്നു. ലയ പറഞ്ഞ വിവരങ്ങൾ അവൻ അറിയിച്ചു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. സുജാത അമ്പരന്നു. അമ്മ വിളിച്ചിട്ടാണത്രേ അരുൺ അവളോട് പറഞ്ഞതെന്ന്. സുജാത ഉടൻ ലയയുടെ ഫോണിലേക്ക് വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവർ പുറപ്പെട്ട് കാണും. ഞാൻ സിത്താരയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവളെ കാണാനല്ലേ പോകുന്നത്. യദു മധുചന്ദ്രനെ നോക്കി. അവർ എത്ര പേര് വരുന്നുണ്ടെന്ന് അച്ഛൻ വിളിച്ച് ചോദിക്കരുത്. നമ്മൾ ആളെടുപ്പ് നടത്തുകയാണെന്ന് കരുതും. നമ്മൾ 40-നടുത്ത് പേര് പോയതല്ലേ. അത്രയും കൂട്ടിയാൽ മതി. ഇപ്പോൾ തന്നെ നമ്മോട് അവർക്ക് ചെറിയൊരു നീരസമുണ്ട്. അത് ശരിയാണെന്ന് മധുചന്ദ്രനും തോന്നി.
എന്തായാലും 100 പേർക്കുള്ള ഫുഡ് പറയാം. നമ്മുടെ ഭാഗത്ത് 50 പേരുണ്ടാവും. സുജാതയുടെ ഓഫീസിലുള്ളവരെന്നെ വിളിച്ചേക്ക്. അവർ പോകാൻ തുടങ്ങിയപ്പോൾ വലിയൊരു കണ്ടെത്തൽ നടത്തിയതുപോലെ ഏത് മുന്നിൽ കയറി. നിൽക്ക്, ഞാനേതോ പെണ്ണിനെ പ്രേമിക്കുന്നെന്ന് പറഞ്ഞല്ലേ എന്നെ എല്ലാവരും ചേർന്ന് തോണ്ടിയത്. കുഞ്ഞാറ്റിക്ക് വളയും സമ്മാനിച്ച് ഓഡിറ്റോറിയത്തിൽ വന്ന് ഷോ കാണിച്ച അമ്മയും മോളും ആരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. യദു ചിരിച്ചു. മധുചന്ദ്രനെ ഉള്ളിൽ കിടുകിടുത്തു. ആരാ? ജിജ്ഞാസയോടെ സുജാത അവനെ നോക്കി. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല. അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടിയാ, സോന എന്ന അവളുടെ പേര്. സ്ഥലം അറിയില്ല. അവളും അമ്മയോ വന്നത്. നേരിട്ട് ഞാൻ ക്ഷണിച്ചതൊന്നല്ല. വീഡിയോയിൽ ഒരു മര്യാദയ്ക്ക് വെറുതെ മുഴുവൻ പേരെയും ക്ഷണിച്ചതാ. അത് കണ്ട് അവൾ വന്നതാ. നീ എങ്ങനെ അറിഞ്ഞു? സുജാത ചോദിച്ചു. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. എന്റെ കട്ട ഫാനാവൾ. പിന്നെന്തിനാ നിന്നെ കാണാതെ കടന്നു കളഞ്ഞത്? സുജാത വിട്ടില്ല. എന്നെ അവൾ പലവട്ടം വിളിച്ചതാ. തിരക്കിനിടയിൽ ഞാൻ എങ്ങനെ അറിയാനാ? ഫോൺ സൈലന്റ് ആക്കി വെച്ചിരുന്നു. അടുത്തു വരാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല. മാത്രമല്ല അന്ന് അവൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. അതാ പെട്ടെന്ന് പോയത്. വിരൽ കൊണ്ട് നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് മധുചന്ദ്രൻ തുടച്ചു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 1.5 പവന്റെ വില എത്രയാ? അടുത്ത ബന്ധുക്കൾ പോലും അത്രയും വിലയുള്ള ഒന്നും തന്നില്ല. പിന്നെയാ ഊരും പെരുമറിയാത്ത ഒരു പെണ്ണ്. അതിന് അവളുടെ അമ്മയും കൂട്ടു നിൽക്കുമോ? ഏതോ അഭിമാനത്തോടെ ചിരിച്ചു. അതാണമ്മേ എന്റെ ഫാൻസിന്റെ മുന്നിൽ എനിക്കുള്ള വില. ജീവൻ തരാനും തയ്യാറുള്ള ചങ്സ് അവർ. താൻ ഇറങ്ങാൻ നോക്ക്. ഇവന്റെ ഗീർവാണം കേട്ടു നിന്നാൽ സമയം തെറ്റും. മധുചന്ദ്രൻ തിടുക്കം കാണിച്ചു. അവളുടെ അമ്മ കാണിച്ച സ്വാതന്ത്ര്യം നിന്റെ ഈ പറച്ചിൽ തീരുന്നതല്ല മോനെ. വരദ എന്ന അവളുടെ അമ്മയുടെ പേര്. അവൾ എന്റെ പേര് എങ്ങനെ മനസ്സിലാക്കി? ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കാണുമോ എന്നറിയില്ല. അമ്മ ഓഫീസിൽ പോയിട്ട് വാ. അവൾ അയച്ച മെസ്സേജുകൾ മുഴുവനും ഞാൻ കാണിച്ചു തരാം. അവൾക്ക് ഞാൻ സ്വന്തം ഏട്ടനെ പോലെയാ. മധുചന്ദ്രൻ പുറത്തേക്ക് നടന്നു. അവനെ ഒന്ന് നോക്കിയിട്ട് സുജാത കൂടെ ചെന്നു. കാറിലിരിക്കുമ്പോൾ സുജാത പറഞ്ഞു, അവനെന്തിനാ ഉരുണ്ട് കളിക്കുന്നത് എനിക്കറിയില്ല. അവൻ ആ പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മുന്നിൽ എന്തിനൊളിപ്പിച്ചു വെക്കണം? പറയുന്നത് ഏട്ടനാണെന്നും. താനത് വിട്ടില്ലേ? അയാൾ അലക്ഷ്യമായി ചോദിച്ചു. എല്ലാവർക്കും അവരവരുടേതായ കള്ളക്കളിയുമുണ്ട്. എന്നെ മാത്രം മറച്ചു വയ്ക്കുന്നു. ഞാനൊരു മണ്ടിയല്ല. മധുചന്ദ്രന്റെ നെഞ്ചിൽ അത് തറച്ചു. സുജാത തുടർന്നു. മോളുടെ കാര്യം തന്നെ നോക്ക്. ഒടുവിൽ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് ഒരു ഓട്ടോക്കാരനുമായുള്ള പ്രണയം. മധുചന്ദ്രൻ പിന്നീട് ശബ്ദിക്കാനേ പോയില്ല. ഓഫീസിന് മുന്നിൽ അവളെ വിട്ടിട്ട് മധുചന്ദ്രൻ പോയി. സുജാത സീറ്റിൽ വന്നിരുന്നപ്പോഴാണ് സെഷൻ ഓഫീസർ ബെന്നിച്ചന്റെ വരവ്. 50-നടുത്ത് പ്രായം വരും അയാൾക്കും. സുമുഖനാണ്, സംസാരപ്രിയനുമാണ്. കല്യാണം തകർത്തോട്ടാ. സുജാത ഇന്ന് ഓഫീസിൽ വരുമെന്ന് കരുതിയില്ല. വീട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വിരുന്ന് നാളെയാ. മധുവേട്ടൻ ഓഫീസിലും പോയി. അല്ല, റിൻസിയുടെ അനിയത്തിയുടെ ഡെലിവറി കഴിഞ്ഞോ? അത് ഇന്നലെ രാത്രി കഴിഞ്ഞു കിട്ടി. പെങ്കൊച്ചാ. ലയയുടെ കെട്ടിന് ഞങ്ങളിൽ ഒരാളെങ്കിലും ഉണ്ടാവണമെന്ന് കരുതിയിട്ടല്ലേ ഇന്നലെ വെളുപ്പിന് ഞാനിങ്ങ് പോന്നത്. ബെന്നിച്ചിന്റെ ഭാര്യ റിൻസുമായി സുജാത നല്ല അടുപ്പത്തിലാണ്. അനീത്തിനെ വീട്ടിലെത്തിച്ചിട്ട് റിൻസി വരൂ. വന്നിട്ട് ലയയും അവളെ ചെക്കനെയും ക്ഷണിച്ച് തൃശൂർ ശൈലിയിൽ ഒരു വിരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെന്നിച്ചൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ബെന്നിച്ചനിൽ എല്ലാവരും കാണുന്ന സവിശേഷത എന്തും അയാൾ പോസിറ്റീവായി നേരിടുമെന്നതാണ്. എത്ര വിഷമമുള്ള സംഗതിയാണെങ്കിലും ബെന്നിച്ചന്റെ മുഖത്ത് ഒരു ചെറുചിരി ഉണ്ടാവും. പഠിക്കുന്ന കാലത്ത് സുജാതയുടെ സീനിയർ ആയിരുന്ന അയാൾ കോളേജിലെ KSU പ്രവർത്തകനായിരുന്നു. സുജാത SFI അനുഭാവിയാണെങ്കിലും ക്യാമ്പസ് ഇലക്ഷൻ വോട്ട് കൊടുക്കുന്നത് ബെന്നിച്ചനാണ്. അവൾ പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാൻ ബെന്നിച്ചനായിരുന്നു. തൃശൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് റിൻസിയെ പ്രണയിച്ച് കിട്ടുന്നത്. റിൻസി സെക്രട്ടേറിയറ്റിലാണ്. 2 പെൺമക്കളാണ് അവർക്ക്. സുജാത പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. ബെന്നിച്ച. അയാൾ തിരിഞ്ഞു. ബെന്നിച്ചനൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുജാത ഹാളിൽ നിന്നിറങ്ങി നീളൻ വരാന്തയിൽ ചെന്നു നിന്നു. ബെന്നിച്ചൻ അങ്ങോട്ട് ചെന്നു. എന്നതാ സുജാതേ? ബെന്നിച്ചന്റെ പെങ്ങൾ ബീന ഇപ്പോഴും പാളയം ബ്രാഞ്ചിലല്ലേ? അവൾ അവിടെ തന്നെയുണ്ട്. സുജാതയെ അവൾ അറിയുന്നതല്ലേ? എനിക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഇക്കാര്യം ബെന്നിച്ചൻ മാത്രം അറിഞ്ഞാൽ മതി. മധുവേട്ടന്റെ അക്കൗണ്ടിന്റെ ഒരു വർഷത്തെ സ്റ്റേറ്റ്മെന്റാ വേണ്ടത്. എന്നാൽ മധുവേട്ടൻ അറിയാനും പാടില്ല. എന്നതാ ഇപ്പോ കക്ഷി അറിയാതെ? കാര്യമുണ്ട്. ബെന്നിച്ചൻ ബീനയോടൊന്ന് പറ. ഉച്ചസമയത്ത് ഞാൻ പോയി വാങ്ങിക്കൊള്ളാം. അത് അവൾ എടുത്തു തരും. ഞാൻ വിളിച്ചു പറയാം. സുജാത മധുസാറിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യേ. ബെന്നിച്ചൻ അവിടെ നിന്ന് പോയി. സുജാത സീറ്റിൽ ചെന്നിരുത്തിട്ട് മധുചന്ദ്രന്റെ അക്കൗണ്ട് നമ്പറും പേരും അയാൾക്ക് അയച്ചു കൊടുത്തു. ഓക്കെ എന്ന റിപ്ലൈയും വന്നു. 12:30 കഴിഞ്ഞപ്പോൾ ബീന സ്റ്റേറ്റ്മെന്റ് എടുത്തുവെച്ച വിവരം ഫോണിലൂടെ ബെന്നിച്ചൻ സുജാതയെ അറിയിച്ചു. ഉച്ചഭക്ഷണ സമയത്ത് കളക്ടറേറ്റിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ബാങ്കിന്റെ പാളയം ബ്രാഞ്ചിലേക്ക് സുജാത പോയി. അവൾ ബീനയുടെ സീറ്റിന്റെ അടുത്തേക്ക് ചെന്നു. ബീന. ബീന മുഖമുയർത്തി നോക്കി. സുജാതയെ കണ്ടതും പരിചയഭാവത്തിൽ അവൾ ചിരിച്ചു. ബെന്നിച്ചൻ പറഞ്ഞത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. തിരക്കിനിടയിലും ബീന സ്റ്റേറ്റ്മെന്റ് എടുത്ത് സുജാതയ്ക്ക് കൊടുത്തു. താങ്ക് യു ബീന. ബീന ചിരിച്ചു.
തിരക്കിൽ നിന്ന് മാറി ഹാളിന്റെ ഒരു ഭാഗത്ത് വന്ന് സുജാത സ്റ്റേറ്റ്മെന്റ് നോക്കി. ആദ്യം അവൾ ശ്രദ്ധിച്ചത് ബാലൻസ് ആണ്. 4,00,000 ചില്ലുവാനും രൂപ. സുജാതയുടെ കണ്ണുകൾ മുകളിലേക്ക് നീങ്ങി. ധൃതിയിൽ അവൾ പേജുകൾ ഒന്നൊന്നായി മറിച്ചു. പൊടുന്നനെ 50 ലക്ഷം രൂപ ഡെബിറ്റ് ആയിരിക്കുന്നത് അവൾ കണ്ടു. വീണ്ടും 40 ലക്ഷം, പിന്നെ 2.5 ലക്ഷം. സുജാതയുടെ തല പെരുത്തു. ഇപ്പോഴൊന്നുമില്ല, കഴിഞ്ഞ വർഷം ഡിസംബറിൽ. എല്ലാം ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒരു പേരിൽ, വരദ ശിവദാസ്. തുടരും. അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു.